ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ. എല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ഈ പ്രാവിനുള്ള ലിസൺ, ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന്റെ മേളിൽ പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്നത്? വാട്ട് ഈസ് ദ റീസൺ? Dove are the universal symbol of peace. Dove are the universal symbol of peace. സമാധാനത്തിന്റെ അടയാളമാണ് പ്രാവ്. You understand me? എന്തുകൊണ്ട് യേശുവിന്റെ മേളിൽ പരിശുദ്ധാത്മ പ്രാവെന്ന രൂപേണ ഇറങ്ങി വന്നത്? The reason, Jesus Christ is the Prince of Peace. യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പീൻ. ഡവ് എന്ന് പറയുന്നത് ഇന്നസെന്റ് ആണ്, നിഷ്കളങ്കതയുള്ള പക്ഷിയാണ്. യേശുവിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ ഇറങ്ങി വന്നു. അവൻ കുറ്റമില്ലാത്ത കളങ്കമില്ലാത്ത കുഞ്ഞാടായിരുന്നു. അവൻ കുറ്റമില്ലാത്ത കളങ്കമില്ലാത്ത കുഞ്ഞാടായിരുന്നു. ജീസസ്. കാരണം കാക്കയും പരുന്തും കാല് വയ്ക്കുന്നിടത്തൊന്നും പ്രാവ് കാല് വയ്ക്കത്തില്ല. നിങ്ങൾക്കറിയോ അത്? അറിയത്തില്ലേ? പറഞ്ഞുതരാം, ബൈബിളിൽ നിന്ന് തന്നെ പറഞ്ഞുതരാം. വായിച്ച ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. 11 വരെ അങ്ങ് വായിച്ചു, പെട്ടെന്ന് വായിക്കാം. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അവനൊരു മലങ്കാക്കെ പുറത്തു വിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയത് വരെ പോയും വന്നും കൊണ്ടിരുന്നു. ആദ്യം ഒരു കാക്കയെ പറത്തി വിട്ടു. കാക്ക എന്ത് ചെയ്തു? പോയും വന്നും കൊണ്ടിരുന്നു. പോയും വന്നും കൊണ്ടിരുന്നു. നെക്സ്റ്റ് വൺ. ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തന്റെ അടുക്കൽ നിന്ന് പുറത്തു വിട്ടു. നെക്സ്റ്റ് വൺ. ഒരു പ്രാവിനെ നോഹ പറത്തി വിട്ടു. എന്നാൽ സർവ്വഭൂമിയിൽ വെള്ളം കിടക്കുകൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ കാക്ക പോയും വന്നും നിന്നു. പക്ഷെ കാക്ക കാല് വെക്കുന്നിടത്ത് പ്രാവ് കാല് വെക്കത്തില്ല. ഇതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയാം. ഇത് നന്നാവാനുള്ളവൻ ഇത് നന്നാവും. പരിശുദ്ധാത്മാവ് പ്രാവെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാത്തിന്റെ കൂടെയും അസോസിയേറ്റ് ചെയ്യുന്നവനല്ല പരിശുദ്ധാത്മാവ്. എല്ലാത്തിന്റെയും കൂടെ പോകുന്നവനല്ല പരിശുദ്ധാത്മാവ്. വളരെ ശക്തനായ വേദപണ്ഡിതനായ ഒരു മനുഷ്യൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഈ ഷോൾഡറിൽ, ഈ തോളിൽ വന്നിറങ്ങിയിരിക്കുകയാണ് എന്ന് ചിന്തിക്കുക. എൻ്റെ ഷോൾഡറിൽ, എൻ്റെ തോളിൽ ഒരു നല്ലൊരു പ്രാവ് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും നടക്കുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പ്രാവിനെ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പ്രാവിനെ, എനിക്ക് സന്തോഷകരമായി തോന്നി. ഈ പ്രാവ് എന്നിൽ വന്നത് തൊട്ട് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ മൈൻഡിന് നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഈ പ്രാവിനെ വേണം. അപ്പം ഈ പ്രാവ് എൻ്റെ തോളിലാണ് വന്നിരിക്കുന്നെങ്കിൽ എൻ്റെ നടപ്പ് എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കും? അല്ല, ഞാൻ വളരെ കെയർഫുള്ളായി ഈ പ്രാവ് എന്നിൽ നിന്ന് പറന്നു പോകാതെ വളരെ കെയർഫുള്ളായിട്ടായിരിക്കും ഞാൻ നടക്കുന്നത്. ദ സെയിം വേ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ലഭിച്ച ആത്മാവിനെ, അഭിഷേകത്തെ നഷ്ടപ്പെടുത്താതെ അത് നിന്നെ വിട്ടുപോകാതെ നിന്റെ നടപ്പുകൾ കെയർഫുൾ ആയിരിക്കണം. നിന്റെ നടപ്പ്, നിന്റെ നോട്ടം, നിന്റെ വാക്ക്, നിന്റെ പ്രവൃത്തി വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം കാക്ക കാല് വെക്കുന്നിടത്ത് പ്രാവ് കാല് വെക്കത്തില്ല. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കൂ. വെള്ളം കിടക്ക കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു.
അവൻ കൈ നീട്ടി അതിനെ പിടിച്ച് തന്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു. അതിന്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. ലിസൺ, ഇതേ പ്രാവാണ് നോഹയ്ക്ക് ഇൻഫർമേഷൻ കൊടുത്തത്. ജഡ്ജ്മെന്റ് മാറിയിരിക്കുന്നു, ഒരു പുതിയ സീസൺ തുടങ്ങിയിരിക്കുന്നു. Holy Spirit represents a new beginning. ഈ പ്രാവ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഒരു പുതിയ തുടക്കത്തെയാണ്. ന്യായവിധിയൊക്കെ മാറിയിരിക്കുന്ന നോഹ, എൻ്റെ വായിലിരിക്കുന്ന പച്ച ഒലിവില കണ്ടോ? വെള്ളം പൊങ്ങി കിടക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ഇല എടുക്കാൻ പറ്റത്തില്ല. വെള്ളമെല്ലാം താന്നു, വൃക്ഷമെല്ലാം അവിടെ തന്നെ വന്നു, വൃക്ഷങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. വൃക്ഷത്തിന്റെ ചില്ലയിൽ പോയിരുന്ന പച്ച ഒലിവില അടർത്തിയെടുക്കാൻ ഈ പ്രാവിന് കഴിഞ്ഞെങ്കിൽ വെള്ളം താന്നു. ഒരു പുതിയ അറിവ്, ഒരു ഇൻഫർമേഷൻ, സന്തോഷത്തിന്റെ വാർത്ത, ഒരു പുതിയ തുടക്കത്തിന്റെ വാർത്ത ആര് കൊടുക്കുന്നു? ഈ പ്രാവ് നോഹയ്ക്ക് കൊടുക്കുകയാണ്. സെയിം വേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെ സ്വർഗം അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ന്യായവിധിയുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന്, മോനെ മോളെ, നരകത്തിൽ പോകേണ്ട നിന്റെ ആത്മാവിനെ, നശിച്ചു പോകേണ്ട നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ സേവ് ചെയ്തിരിക്കുന്നു. ഒരു പുതിയ തുടക്കം നിന്നിൽ ആരംഭിച്ചിരിക്കുന്നു, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായിരിക്കുന്നു. ഇന്ന് പകൽ എത്ര പേര് പറയും, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവെന്ന പ്രാവ് എന്നിലുള്ളതിനാൽ എൻ്റെ നടപ്പിനെ ഞാൻ സൂക്ഷിക്കും, എൻ്റെ നോട്ടത്തെ ഞാൻ സൂക്ഷിക്കും, എൻ്റെ വാക്കിനെ ഞാൻ സൂക്ഷിക്കും. കാരണം ദാവീദ് പാപം ചെയ്തപ്പോൾ, ദാവീദ് ബർശേബയുമായി വ്യഭിചാരം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ രാജസ്ഥാനം മാറ്റരുതേ എന്നല്ല, എൻ്റെ രാജവസ്ത്രം എടുക്കരുതേ എന്നല്ല, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. പൗലോസ് പറയുന്നു, ആത്മാവിനെ കെടുത്തരുത്. That is symbol of dove, which we find in Luke chapter 3 verse 21 to 25. Holy Spirit descended in a bodily form on Jesus Christ and rested on him. And why this dove is used internationally, universally, dove is a symbol of peace, and Jesus Christ himself is the Prince of Peace. And secondly, dove is innocent. Matthew 10:16, dove is innocent. Be ye innocent like a dove. And you can find Jesus Christ is the unblemished, innocent Lamb of God. Genesis 8:6 to 11, we can clearly understand what happens with a raven and what happens with a dove. Dove will not set its foot or feet on any of the places which it finds, but it need clean places to set its foot. But a raven will feast on anything unclean. And as a man of God said, if you want to have the dove of Holy Spirit on your shoulder, as the dove comes and sits on your shoulder, you cannot simply rush and move as you moved early, but you need to be carefully moving, that this dove will not go away. Be ye controlled by the Holy Spirit in a kind of special holiness, so that you may not associate with anyone, that the Holy Spirit may move away from you. That's why David, in his plight, in his tremendous dark situation, he was crying to the Lord, not for a new throne, not for more power and authority to come back to the throne. He is crying, Lord, do not take your Holy Spirit from me. Let that be your cry. The Lord is going to give you a new beginning in your life, a new starting point in your life. As the gospel gives a kind of an olive leaf, the symbol of peace as the dove brings, you will be given a new message, a news by the Holy Spirit, that you are taken from the hell and you are an inheritor to the kingdom of God. That kind of a news the Lord is giving you today. Receive it. Let the dove of the Holy Spirit continuously stay on your shoulder. നിങ്ങളെ വിശുദ്ധിയിൽ നടക്കാൻ സഹായിക്കുന്ന, അരുതാത്ത വഴികളിൽ പോകാൻ ഇടവരുത്താത്ത, നിഷ്കളങ്കരായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഇടയാക്കുന്ന,
സമാധാനത്തോടെ ജീവിപ്പാൻ കൃപ തരുന്ന പരിശുദ്ധാത്മാവെന്ന പ്രാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ.